പക്ഷെ അതിൻ്റേതായ വ്യത്യാസങ്ങൾ, മഴേൻ്റെയും ഇതിൻ്റെയും വ്യത്യാസങ്ങൾ രണ്ടും ഡിഫറെൻ്റാണ്. അതാണ് അതിൻ്റെ വെള്ളത്തിൻ്റെ മാറ്റങ്ങൾ അവിടെയും ഇന്ത്യയിലുള്ളത്. അപ്പോൾ നമ്മൾ മുന്തിരിക്ക് നമ്മൾ ഒരു കൊല്ലം മുപ്പാട് നമ്മൾ അഡ്വാൻസ് ചെയ്യും. നെക്സ്റ്റ് സീസണിൽ ഞങ്ങൾക്ക് ഇത്ര മുന്തിരി വേണം എന്ന് പറഞ്ഞ് മുപ്പാടെ നമ്മൾ അഡ്വാൻസ് ചെയ്യും. അഡ്വാൻസ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു കൊല്ലം കഴിയുമ്പോൾ ആ മുന്തിരി നമ്മൾ എടുക്കും. കാരണം വെച്ചാൽ ഫാർമേഴ്സിനാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ട്രക്കിൽ വാങ്ങിക്കൊണ്ട് വന്നിട്ട് നമ്മളത് സ്റ്റോറേജ് റൂമുണ്ട് നമുക്ക്. ആ സ്റ്റോറേജ് റൂമിൽ കയറ്റിയിട്ട് പിന്നെ നമ്മളത് ഗ്രേപ്പ് സ്പിരിറ്റ് ആക്കിയിട്ട് കാസ്കിലേക്ക് മാറ്റും. അല്ലല്ല, കൊണ്ടുവന്ന് വെച്ചാൽ നമുക്ക് ക്ലീനിങ് യൂണിറ്റ് ഉണ്ട്. അത് അവിടെ നിന്ന് കൊണ്ടുവരുമ്പം നമ്മൾ ക്ലീൻ ചെയ്യാണ്ട് ഗ്രേപ്സ് ആയിട്ട് കൊണ്ടുവന്നിട്ട് പിന്നെയാണ് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ക്രഷ് ചെയ്യുന്നത്. ഇന്ത്യയിൽ സ്വന്തം ഡിസ്റ്റിലറി ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ കൂടെ ഈ ബ്രാൻഡി അങ്ങനത്തെ ഞാൻ പറഞ്ഞില്ല, ഈ മെച്ചോർഡ് ഉള്ള സംഭവം നമ്മൾ ഗ്രേപ്പ് വാങ്ങിച്ചിട്ട് നമ്മളിത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ വില കൊണ്ടൊന്നും നടക്കില്ല. കാരണം പിന്നെ ഈ ഇത്രയും ക്വാളിറ്റി ബോട്ടിൽ ഇന്ത്യയിലില്ല. അതും നമ്മൾ ഈ ബോട്ടിൽസ്, എൻ്റെ എല്ലാ ഇതിൻ്റെയും ബോട്ടിൽസ് വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ് വാങ്ങുന്നത്. ഇപ്പോൾ നമ്മൾ ബ്യൂ ക്യാപ്പിൻ്റെ ബോട്ടിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ബ്യൂ ക്യാപ്പ് ബോട്ടിൽസ് ശരിക്കും റഷ്യയിൽ അറിയപ്പെടുക എന്ന് പറയുക ബലൂഗ ബോട്ടിൽസാണ്. ഫ്രീ സൈസാണ് വെച്ചാൽ ബലൂഗ വോഡ്ക ഉണ്ടാക്കുന്ന ആ ബോട്ടിലാണ്. അപ്പോൾ അതാണ് നമ്മൾ കോൺട്രാക്റ്റ് ഉള്ളത്. റഷ്യയിൽ ഗ്ലാസ് ഡെക്കോർ എന്ന് പറഞ്ഞ കമ്പനിയായിട്ടാണ് നമുക്ക് കോൺട്രാക്റ്റ് ഉള്ളത്. അപ്പോൾ നമുക്കൊരു ട്രക്ക് എന്ന് പറയുമ്പോൾ നമുക്കൊരു ട്രക്കിൽ വരെ അറൗണ്ട് 48,000 ബോട്ടിൽസോളം നമുക്കൊരു ട്രക്കിൽ വരും. അപ്പോൾ നമുക്കൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യ ടു അർമീനിയ കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 450 കിലോമീറ്റേഴ്സിന് നമ്മൾ ഫാക്ടറിയിലേക്ക് ഗ്ലാസ് ടോക്കേഴ്സ് വണ്ടി ട്രക്ക് ഇവിടെ എത്തും. അത് വെച്ചാൽ ഇന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ മറ്റന്നാളാകുമ്പോഴേക്കും നമുക്ക് ഇവിടെ കിട്ടും. ആ സെയിം ബോട്ടിൽ ചൈനയിൽ ഉണ്ടാക്കാം. പക്ഷേ അത് ഇമ്പോർട്ട് ചെയ്ത് അതിൻ്റെ സമയ പീരീഡ് എന്ന് പറയുന്നത് 2 months 3 months ഷിപ്മെൻറ്റ് ടൈം വരും. അതിന് വരുന്ന ഷിപ്പിംഗ് കോസ്റ്റ് എക്സ്ട്രാ, ഇതെല്ലാം കൊണ്ട് നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ നമ്മളെ പ്രൊഡക്ഷൻ ടൈം സ്പെയിം കംപ്ലീറ്റ് മാറുകയാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഇത് നമ്മൾ അവസാനം ഫൈനലൈസ് ചെയ്യാണ് റഷ്യ എന്നുള്ളത്. പിന്നെ അതേപോലെ നമ്മൾ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റിക്കർ, ബ്യൂ ക്യാപ്പിൻ്റെ സ്റ്റിക്കറും നമ്മളെല്ലാ ബ്രാൻഡിൻ്റെ സ്റ്റിക്കേഴ്സ് വരുന്നത് ഇറ്റലിയിൽ നിന്നാണ്. അത് ഇറ്റ്സ് എ ക്വാളിഫൈഡ് സ്റ്റിക്കറാണ്. അത് ഇവിടെ ഞങ്ങൾ ട്രൈ ചെയ്തു വില കുറവിന് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാനായിട്ട്. പക്ഷേ ആ ഒരു ഫിനിഷിങ്ങിൽ ഇവിടുത്തെ ഒറ്റ മെഷീനറീസിലും കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ ആ സ്റ്റിക്കറിങ് അവിടെ തന്നെ ഉറപ്പിച്ചു. ബ്രാൻഡി എന്ന് പറഞ്ഞ സെഗ്മെൻറ്റ് പോകുന്നത് സൗത്തിൽ മാത്രമാണ്. സൗത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് കർണാടക, ചെന്നൈ, കേരള, തെലുങ്കാന, പിന്നെ ആന്ധ്ര, ഈ പറയുന്ന സ്ഥലങ്ങളാണ് ബ്രാൻഡി മൂവ്മെൻ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ നോർത്തിലേക്ക് പിടിക്കുകയാണെങ്കിൽ, തണുപ്പുള്ള സ്ഥലങ്ങൾ പിടിക്കുകയാണെങ്കിൽ അവരൊരു 3 months ബ്രാൻഡി മൂവ്മെൻ്റ് ഉണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒക്ടോബർ, നവംബർ, ഡിസംബർ ആ ഒരു തണുപ്പ് കാലം വരുമല്ലോ, അവരപ്പോഴാണ് ഒരു ബ്രാൻഡി ടേസ്റ്റിങ്ങിലേക്ക് പോകുന്നത്. അതർവൈസ് ഈ പറഞ്ഞ എല്ലാ സ്ഥലത്തും വിസ്കിയും വോഡ്കയെ പോകുള്ളൂ. ഇപ്പോൾ നമ്മളൊരു എക്സ്പോർട്ട് പ്രീമിയർ മാർക്കറ്റ് ആണെങ്കിൽ പല രാജ്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ UK തൊട്ട് യൂറോപ്പ് ബെൽറ്റ് കംപ്ലീറ്റ് കൊണിയാക്ക് സൈസാണ് കൂടുതൽ, പിന്നെ വിസ്കി സൈസും കൂടുതലാണ്. പക്ഷേ വോഡ്ക സൈസ് ചില രാജ്യങ്ങൾ കൂടുതലാണ്, കുറവാണ്. അപ്പം നമ്മളുടെ ഒരു വിഷൻ എന്ന് പറഞ്ഞത് ഇപ്പോൾ എന്ന് പറയുന്നത്, ഇപ്പോൾ വേൾഡ് ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 120 കൺട്രീസിൽ എങ്ങനെയെങ്കിലും നമ്മൾ മാർക്കറ്റ് ചെയ്ത് എത്തിയാൽ നമുക്ക് വലിയ വിഷയമൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് പെർണാൾഡൊന്നും ആയില്ലെങ്കിലും ആസ് എ ഒരു ഇന്ത്യൻ ബ്രാൻഡ്, അല്ലെങ്കിൽ DIGO ആയില്ലെങ്കിലും ആസ് എ ഒരു ഇന്ത്യൻ ബ്രാൻഡ്, ഇന്ത്യൻ ഓണർ ബ്രാൻഡ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഇൻ്റർനാഷണൽ ബ്രാൻഡ്. സ്വാഭാവികമായിട്ട് എല്ലാ സ്ഥലത്തും പ്രശ്നം എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെൻ ഐ ബീൻ ടു ലോട്ട് ഓഫ് കൺട്രി, അപ്പോൾ പെട്ടെന്ന് എന്നെ കാണുമ്പോൾ ഇന്ത്യൻ ഹാവ് ഗോട്ട് എ ഡിസ്റ്റിലറി ഇൻ അർമീനിയ, ഷുവർ, ആ ഒരു പോളിസിയാണ്. പിന്നെ സ്പെഷ്യലി നമ്മൾ ഒരാളിൽ ഇരുന്ന് സംസാരിക്കുമ്പം ചിലർ നല്ലൊരു വിഷയനാന്ന് പറയും, പെട്ടെന്ന് ചിലർ ഈ ഒരു പുള്ളിക്കാരനുണ്ടാക്കിയ ബ്രാൻഡി കഴിക്കാൻ പറ്റുമോ, ആ ഒരു സംവിധാനം കൂടിയും പല ഭാഗത്തുനിന്നും നമ്മൾ നെഗറ്റീവ് സൈഡിൽ കേൾക്കുന്നുമുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വിഷൻ കറക്റ്റാണെങ്കിൽ അതിനൊരു ടേസ്റ്റ് അത് തെളിയിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്നോട് പലരും എന്താ പറയുക, നമ്മൾ ഒരു കേരളയിട്ട് ആയതുകൊണ്ടായിരിക്കാം, ഇപ്പോൾ ആ സമയത്ത് ഇപ്പോൾ ബ്യൂ ക്യാപ്പ് ഇറ്റ്സ് ബൺ ബൈ എ ഇൻ്റർനാഷണൽ കമ്പനി, DIGO, പെർണാൾഡോ അങ്ങനെ ആരെങ്കിലും ആണെങ്കിൽ എവ്രിബഡി വിൽ അക്സെപ്റ്റഡ് ഇറ്റ്.
ഇവിടെ നമ്മൾ അതായത് ഒരു ഇന്ത്യൻ്റെ ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ മാറുമ്പോൾ അതൊരു ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു ചെറിയൊരു ഹിക്കപ്പ് പ്രോബ്ലംസ് അത് കുറച്ച് കഴിഞ്ഞാൽ റെഡിയാവും. അതെപ്പോഴും ഉള്ളതാണെന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യനാണ് നമ്മൾ. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് നമ്മൾ 5 കൺട്രീസിലുണ്ട് കഴിഞ്ഞ 3 കൊല്ലമായിട്ട് നമ്മളെ ബ്രാൻഡ്. അതുവരെ ഈ ബ്രാൻഡിനെ കുറിച്ച് ബ്യൂക്യാപ്പ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന് അവാർഡ് കിട്ടിയത് കൊണ്ടല്ലേ നമ്മൾ കണ്ടതില്ലെങ്കിൽ നമ്മൾ കാണുമോ? വേൾഡിൽ എല്ലാ സ്ഥലത്തും മാറി നടക്കും. നമുക്ക് വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് അവിടെ. നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് അർമീനിയയിൽ മാത്രം വിറ്റുകൊണ്ട് കാര്യമില്ല. വി ഹാവ് എ വെരി ഗുഡ് പേറോൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഒരു പേറോൾ നമ്മൾ കോമ്പറ്റേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് ടാർഗറ്റ് സൈസിൽ സെല്ല് ചെയ്യണം. അങ്ങനെയൊക്കെ നോക്കുമ്പം ഇപ്പോൾ ഏതൊരു ബിസിനസ് ആണെങ്കിലും എവറിബഡി ലുക്ക് ഫോർ ലൈക്ക് ഗുഡ് ഇൻ. ഇപ്പോൾ ടോട്ടലി VKG's ഡിസ്റ്റിലറീസിൽ ഓപ്പറേഷണൽ സ്റ്റാഫ് എന്ന് പറയുന്നത് 52 മെമ്പേഴ്സ് വേൾഡ് വൈഡ്. പക്ഷേ നമ്മളിനി ഓരോ കൺട്രീസിൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ അല്ലേ പോകുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര ഒരു സ്റ്റാഫ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഒരു മാർക്കറ്റിംഗ് സെഗ്മെൻറ്റിൽ ഇപ്പോൾ നമ്മൾ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പം അവിടെ നമ്മൾക്കൊരു ടീം ഹെഡായിട്ട് എന്തായാലും വേണ്ടി വരും. അപ്പോൾ നമ്മൾ സ്റ്റാഫ് സൈസ് കൂടും. ഇപ്പോൾ കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് നമ്മൾ 5 കൊല്ലമല്ല 2020 മാർച്ച് ഏപ്രിൽ തൊട്ടിട്ട് ജൂൺ ജൂലൈ ആ ഒരു ടൈം പീരീഡ് തൊട്ടിട്ട് അണ്ടിൽ ഈ 2025 വരെ നമ്മൾ വി ഹാവ് സോൾഡ് അറൗണ്ട് 250,000 ബോട്ടിൽസ് ബ്യൂക്കേപ്പ്. 2,50,000 ബോട്ടിൽ നമ്മൾ സെൽ ഔട്ട് ചെയ്തിട്ടുണ്ട് വേൾഡ് വൈഡ് മൊത്തം. ഐ മീൻ നോട്ട് ഇൻ കേരള, നോട്ട് ഇൻ തമിഴ്നാടു, നോട്ട് ഇൻ ഡ്യൂട്ടി ഫ്രീ, എല്ലാം കൂടിയും ചേർത്തിട്ട് വേൾഡ് വൈഡ്. ഇപ്പോൾ ഡ്യൂട്ടി ഫ്രീയിൽ നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റാണ്. ഇപ്പോൾ കൊച്ചിൻ ഡ്യൂട്ടി ഫ്രീയിലുണ്ട്. കൊച്ചിൻ ഡ്യൂട്ടി ഫ്രീയിൽ നല്ല മൂവ്മെൻറ്റാണ്. അതിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കൊച്ചിൻ ഡ്യൂട്ടി ഫ്രീൻ്റെ ഓണർ മിസ്റ്റർ ലാൽ, പുള്ളി നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളിയാണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. ക്രിയോൾ എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇപ്പോൾ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. എൻ്റെ എല്ലാ പ്രൊഡക്റ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഡ്യൂട്ടി ഫ്രീ മാത്രം. ഇപ്പോൾ നമ്മൾ ദുബായിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞില്ല കുറച്ച് നേരത്തെ കുറച്ച് പ്രോബ്ലം ഉണ്ട്. പക്ഷേ വലിയ കമ്പനിയായ ആഫ്രിക്കൻ ഈസ്റ്റേണും സ്പിന്നീസും ഒക്കെയാണ് എൻ്റെ എക്സ്ക്ലൂസിവിറ്റി ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. നമുക്ക് അത് പറയാൻ തന്നെ ഒരു അഭിമാനമാണ്. കാരണം വെച്ചാൽ അവിടെയൊന്നും ഒരു ആസ് എ ഇന്ത്യൻ അല്ല, അവിടെ പ്രൊഡക്റ്റ് വാല്യൂ ആണ്. വെദർ ഇറ്റ് വിൽ ഗോ മൂവ്മെൻറ്റ്, ടേസ്റ്റ്, പ്രൈസ് സെഗ്മെൻറ്റ് അതുണ്ടെങ്കിൽ ആൾക്കാർ എടുക്കുമോ എന്നുള്ളത് മാത്രമല്ല. അതും അവർ എങ്ങനെയാണ് എടുക്കുക എന്ന് പറയുന്നത് 2 കൊല്ലം അവർ ഓട്ടോമാറ്റിക്കലി മാർക്കറ്റിലുണ്ട് നെയിം ഈസ് ഫെമിലിയർ, സെയിൽ നോക്കും. അങ്ങനെയാണ് അവർ ഈ പ്രൊഡക്റ്റിൻ്റെ എക്സ്ക്ലൂസിവിറ്റി എടുക്കുന്നത്. സോ അത് നമ്മളൊരു അച്ചീവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ലിക്കർ ബ്രാൻഡ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി നമ്മൾ എത്ര കൺട്രീസിൽ പോകുന്നു അത്രയും വാല്യൂ കൂടുകയാണ്, ബ്രാൻഡ് വാല്യൂ കൂടും നമുക്ക്. അപ്പോൾ അതിൻ്റെ പിന്നിലാണ് ഇപ്പോഴത്തെ വർക്കിംഗ് കംപ്ലീറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ കാസർഗോഡ് തൊട്ടിട്ട് തിരുവനന്തപുരം വരെയുള്ള എല്ലാ എലൈറ്റ് ഔട്ട്ലെറ്റിലും നമ്മളുടെ 4 ബ്രാൻഡും അവൈലബിലിറ്റി ഉണ്ട്. PKGSൻ്റെ 4 ബ്രാൻഡ് അവൈലബിലിറ്റി ഉണ്ട്. ഹൈ സ്പിരിറ്റ്സിൽ എല്ലാ സ്ഥലത്തും, ഹൈ സ്പിരിറ്റ്സ് പുതിയ തുടങ്ങിയിട്ടുണ്ടല്ലോ, അതിലെല്ലാ സ്ഥലത്തും നമുക്ക് ഓൺ ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഇനി വരാൻ പോകുന്നതിൽ നമ്മൾ ഷെൽഫ് അഡ്വാൻസ് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ അത് ഒരു നല്ലൊരു ബിസിനസ് ഇതിൽ പൊട്ടൻഷ്യലിൽ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. ഇല്ല, സർക്കാർ ഇതിന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അതിനും വേണ്ടിയിട്ടുള്ള എക്സൈസ് ബൾക്ക് ഡ്യൂട്ടീസ് അവർ കുറച്ചു. കമ്പാരിറ്റീവ്ലി ഇന്ത്യൻ IMFലിനെ കുറച്ചു. പിന്നെ STN എന്ന് പറഞ്ഞൊരു പ്രക്രിയ ഉണ്ട്. കാരണം വെച്ചാൽ നമ്മളൊരു പുതിയൊരു പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ STN ഇട്ട് കഴിഞ്ഞാൽ നിർബന്ധിതമായിട്ട് ഷോപ്പ് എടുക്കണം. അതൊരു 2% നമ്മൾ അഡീഷണൽ കൊടുക്കണം ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കറിന്. ആ സെയിം STN IMFലാണെങ്കിൽ 14%. അപ്പോൾ ആ അത്ര ഒരു വ്യത്യാസം അവർ നമുക്ക് തന്നിട്ടുണ്ട്, ഗവൺമെൻറ് തന്നിട്ടുണ്ട്. പിന്നെ അത് കേരളത്തിൽ. പിന്നെ ഇപ്പോൾ ചെന്നൈയിലൊക്കെ പോകണമെങ്കിൽ അങ്ങനത്തെ ഒരു പ്രക്രിയകളൊന്നുമില്ല. ഇവിടത്തെ പോലെ കേസ് അവർ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ മാർജിൻ അവർ എടുത്തിട്ടുണ്ട്. അവിടെ ഈ പറയുന്ന നമ്മളിവിടെ വിൽക്കുന്നതിന് അവിടെ വരുമ്പോൾ അവിടെ കുറച്ച് ടാക്സ് മാറ്റം വരുമ്പോൾ കുറച്ച് പ്രൈസിങ് ഒരു 500 രൂപേൻ്റെ വ്യത്യാസം കേരളവും തമിഴ്നാടുമായിട്ട് എല്ലാ ബ്രാൻഡ്സിനും ഉണ്ട്. ഇവിടെ കുറവാണ്, അവിടെ കൂടുതലാണ്. അതിലൊരു ഗുണം അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 500 രൂപ കൂടിയാലും കമ്പനിക്ക് പ്രോഫിറ്റ് കൂടുതല. ഇവിടെ ഒരു 9% ഇവിടെ KSPCയിൽ ഡിസ്കൗണ്ട് ഉണ്ട്, അവിടെ ഡിസ്കൗണ്ട് ഇല്ല. അപ്പോൾ അങ്ങനെ 2 പ്രക്രിയയിൽ വെച്ച് നോക്കുമ്പം അവിടെ കുറച്ച് പ്രോഫിറ്റ് കൂടും, ഇവിടെ പ്രോഫിറ്റ് കുറവാണ്. IMFലും FMFലുമായിട്ടൊരു കോമ്പറ്റീഷൻ്റെ പ്രൈസ് റേഞ്ച് തന്നെയാണ്. വി ആർ നോട്ട് സെല്ലിങ് ബിലോ
ഒരു 1500 1600 ബിലോ ഒന്നും ഒരു പ്രൊഡക്റ്റ് കിട്ടാനില്ല ഒന്നാമത്തേൽ. വി ആർ ഓൺലി കോമ്പറ്റേറ്റിംഗ് പ്രീമിയം ബ്രാൻഡ്സ്. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ മോർഫീസ് വാങ്ങുന്ന ഒരാൾ, മോർഫീസിന് ഒരു 1000, മോർഫീസ് ബ്ലൂവിന് ഞാൻ പറയുന്നത് ഒരു 1950, അതാണല്ലോ അത് ഒരു പ്രീമിയം ബ്രാൻഡ്. ആ വാങ്ങുന്ന ഒരാൾക്ക് ബ്യൂ ക്യാപ്പ് വാങ്ങി കഴിക്കാം. കാരണം എന്ന് വെച്ചാൽ അതിൽ ഫ്ലേവേർഡ് സ്പിരിറ്റും ഫ്ലേവറും ആയിരിക്കും. പിന്നെ അതിൽ മെച്യൂറേഷൻ ഉണ്ട്, ഒരു പോയിൻ്റ് അപ്പ്. ഇതെന്ന് പറഞ്ഞാൽ ഫുൾ മെച്യൂർഡ് പ്രൊഡക്റ്റ് 2350-ന് 1 ലിറ്റർ വാങ്ങുന്നു. 1950-ക്ക് വാങ്ങുന്നവന് ഒരു 300 rupees 400 rupees അഡീഷണൽ ഇട്ട് കഴിഞ്ഞാൽ വൺസ് ഈ കാൽക്കുലേറ്റ് ആ ഒരു 250 ml ഒരു പെഗ് റേറ്റ് മാത്രം കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ ഈ പുള്ളിക്ക് ഇത് വാങ്ങി കഴിക്കാമല്ലോ. കാരണം അത് 1 ലിറ്ററാണ്, ബെറ്റർ ഫോർ അവർ ഹെൽത്ത്. മദ്യപാനം അധികമാവുമ്പോഴാണല്ലോ അതിൽ നമ്മൾ ബാക്കിൽ എഴുതണ്ടേ, ഡോണ്ട് അബ്യൂസ് ആൽക്കഹോൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബാക്കിൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ ആൽക്കഹോളിനെ അബ്യൂസ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് പ്രശ്നം വരുന്നത്. നമ്മളതിനെ അബ്യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഫോർ ഒരു ടയർഡ്നെസ് മാറ്റാം, അല്ലെങ്കിൽ ഒരു ഫങ്ഷനിൽ ഇരിക്കുമ്പോൾ നമുക്കൊരു സോഷ്യൽ ഡ്രിങ്കർ ആവാം, അത്ര കഴിച്ചാൽ പോരെ. നമ്മളത് അബ്യൂസ് ആകുമ്പോഴല്ലേ നമുക്ക് പറയുന്ന ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളും ഇതും വരുന്നത്. പിന്നെ നമ്മൾ ഓരോ പ്രായം മാറുമ്പോൾ നമ്മൾ ബെറ്റർ ടു ഡ്രിങ്ക് മെച്യൂർ ഡ്രിങ്ക്, അതേപോലെ തന്നെ കുറച്ചും ക്വാളിറ്റി ഡ്രിങ്ക് കഴിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബെറ്റർ ഫോർ അവർ ലിവർ. അപ്പോൾ അതാണിപ്പോൾ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ട് കഴിക്കാൻ പറയും ഡോക്ടേഴ്സ്, വിസ്കി കഴിക്കാൻ പറയും. അവരും ഒരിക്കലും ഇന്ത്യൻ വിസ്കി കഴിക്കാൻ പറ്റില്ല. ട്രൈ ടു ഹാവ് പ്രീമിയം വിസ്കി എന്നാണ് അവർ പറയുന്നത്. അവരിന്ന് വരെ ഇന്ത്യൻ വിസ്കി കഴിക്കാൻ പറയില്ലല്ലോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഐസിട്ട് കഴിക്കുമ്പം ദർ ഈസ് ഒരു ചേഞ്ചസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മെച്യൂർഡ് ബ്രാൻഡി അല്ലെങ്കിൽ മെച്യൂർഡ് വിസ്കി ഏതും ആയിക്കോട്ടെ, ലെറ്റ് ടേക്ക് ബ്യൂ കേപ്പ്, ബ്ലാക്ക് സ്മോക്ക്, നമ്മൾ ഐസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒന്ന് ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു ഡിഫറെൻറ്റ് സ്മെല്ല് വരും. നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ എഗെയിൻ യു വിൽ ബി ഗെറ്റിങ് എ ഡിഫറെൻറ്റ് സ്മെൽ. അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന സംഭവം ഐസ് ഇട്ടാലാണ് അത് തുറക്കുള്ളൂ. അത് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി സ്മൂത്ത്. വെള്ളം ഒഴിച്ച് ഒന്നുകൂടി സ്മൂത്ത് ആവുകയാണ്. അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യുമ്പോഴാണ് അത് മനസ്സിലാവുള്ളൂ. വെറുതെ നമ്മൾ ഒരു ഡ്രിങ്ക് വെച്ചിട്ട് അതിൽ സ്പിരിറ്റ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞത് എന്താ പറയുക, സാധനം തുറക്കില്ല. ഫുൾ മെച്യൂർഡ് ആണെങ്കിൽ ദർ ഈസ് എ ചേഞ്ച് ഓഫ് ടേസ്റ്റ് എന്ന് പറയും. അതാണ് ഈ പറഞ്ഞ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കേഴ്സിനുള്ള ഗുണം. കാരണം അത് ഒതൻറ്റിക്കലായിട്ട് കുടിക്കുന്ന ഒരു ഡ്രിങ്കാണ് ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കർ. പിന്നെ പുറത്തുള്ള ആൾക്കാർ കംപ്ലീറ്റ് ഈ പറഞ്ഞ വലിച്ചു വാരി കുടിക്കുന്ന ആൾക്കാരല്ല. ദേ വിൽ ബി ഹാവിങ് ലൈക്ക് 3 pegs റോക്സ്, ആ ഒരു റേഞ്ചാണ്. പിന്നെ ഓൾമോസ്റ്റ് എല്ലാവരും ബിയർ ഡ്രിങ്കേഴ്സാണ്. ഈ ആൽക്കഹോൾ ഡ്രിങ്കേഴ്സ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ തണുപ്പ് വരുമ്പോൾ അതും അവർ വെള്ളം ഒഴിക്കാണ്ടാണ് കഴിക്കുക. അവർ കണ്ടുപിടിച്ചില്ല ഡോണ്ട് അബ്യൂസ് ആൽക്കഹോൾ എന്ന് പറഞ്ഞിട്ട് അവർ തന്നെയാണ് എഴുതി വയ്ക്കുക. പക്ഷേ അത് ഇന്ത്യയിലേക്ക് പറയുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത്? അതിന് വേറെ സ്റ്റിക്കർ ഉണ്ടാക്കണം. എന്ത് സ്റ്റിക്കർ ഉണ്ടാക്കണം? ഡോണ്ട് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട്, ആൻഡ് ഡ്രിങ്കിങ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത് എന്ന് പറഞ്ഞ സ്റ്റിക്കറാണ്. പക്ഷെ അവിടെ പറയുന്നത് ആ ഒരു സ്റ്റിക്കർ വന്നപ്പോൾ FSSAIക്കാർ ഇവിടെ വന്നപ്പോൾ അത് എന്നെ കൊണ്ട് മാറ്റിച്ചു. അവർ അഡീഷണൽ സ്റ്റിക്കർ ഒട്ടിക്കാൻ പറഞ്ഞു. ഡോണ്ട് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്, ഡ്രിങ്കിങ് ആൽക്കഹോൾ ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത് എന്ന് അങ്ങനെ എഴുതാൻ പറഞ്ഞു.